ഹായ് ഹലോ, സിജിയാണ് കേട്ടോ. കൊലസിംഗ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ ചിരട്ട ബാക്കി വരും. കാരണം നമ്മൾ ഒട്ടുമിക്ക കറികളിലുമൊക്കെ തേങ്ങയൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീടുകളിൽ ബാക്കിയായിട്ട്, അതായത് ഒരു അവശിഷ്ടമായിട്ട് ചിരട്ടകൾ കാണാറുണ്ട്. അപ്പോൾ ഈ ചിരട്ടകളെ നമ്മൾ പൊതുവെ ചെയ്യാറുള്ളത് തന്നെ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ കത്തിച്ച് കളയുന്ന ചിരട്ടകൾ ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ, പ്രത്യേകിച്ച് നമ്മൾ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ ചിരട്ട ഉപയോഗിച്ച് നമുക്ക് അതിമനോഹരമായി ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായ തീർച്ചയായും ഒരു കുഞ്ഞ് സപ്പോർട്ട് തരാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങളുടെ പ്ലാൻ ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ ചിരട്ട ഉപയോഗിച്ച് നമ്മുടെ ഗാർഡനൊക്കെ അടിപൊളിയായി സെറ്റ് ചെയ്യാൻ നോക്കിയാലോ. ഇതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ചിരട്ടകളുണ്ടാവും. ഇതുപോലെ ഒരുപാട് ചിരട്ടകളുണ്ടാവും. അപ്പോൾ നമ്മൾ കത്തിച്ച് കളയാതെ കൂട്ടി വെച്ചാൽ ഒത്തിരി ചിരട്ടകൾ കിട്ടും നമുക്ക്. അപ്പോൾ ഇതുപോലത്തെ ചിരട്ടകൾ വെച്ച് നമുക്ക് ബോർഡർ പിടിച്ചു കൊടുക്കാം. പല പല രീതിക്കുള്ള ബോർഡറുകൾ പിടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ബ്ലോക്കുകളൊന്നും പൈസ കൊടുത്തൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഇതുപോലത്തെ ഈ ചിരട്ടകൾ തന്നെ ധാരാളം മതി. അപ്പോൾ ഞാനത് കുറേ സ്ഥലത്ത് ഇങ്ങനെ ബോർഡർ പിടിച്ചിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. ഈ ഒരു എപ്പീഷയൊക്കെ ബോർഡർ പിടിച്ചേക്കുന്നതെല്ലാം ചിരട്ട കൊണ്ടാണ്. അതുപോലെ ചിരട്ട കൊണ്ട് പല രീതിയിൽ ബോർഡർ ഞാൻ പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് ഏതൊരു ചെടി വേണമെങ്കിലും ഇതുപോലെ ബോർഡർ പിടിച്ച് നമുക്ക് നട്ടുകൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ വെറുതെ ചിരട്ട വെച്ചിട്ട് ഇങ്ങനെ ബോർഡർ പിടിച്ച് അവിടെ മൊത്തം ഈ ഒരു പ്ലാന്റ് നട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് ആ ഒരു ഏരിയ ഫുള്ളായിട്ട് നിറഞ്ഞു വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ബോർഡർ പിടിച്ച് നമുക്ക് നട്ടുകൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റിനെയും ചിരട്ട ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ബോർഡറൊക്കെ പിടിച്ച് വന്നേക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ചിരട്ട വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് പ്ലാന്റിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ബാസ്ക്കറ്റ് പ്ലാന്റാണ്. അപ്പോൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തതിൽ ഈ ഒരു പ്ലാന്റിനെ നമ്മുടെ ചിരട്ടയൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ചിരട്ടകളൊക്കെ ഉണ്ടെങ്കിൽ, ശരിക്കും ഇവിടെ കോൺക്രീറ്റ് ഇട്ട സ്ഥലമായിരുന്നു. ഇവിടെ ഈ ഏരിയ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഇട്ടതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ ചിരട്ട ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം കുറച്ച് ആവശ്യമുള്ള പോട്ടി മിക്സും മണ്ണും കൂടെ മിക്സ് ചെയ്ത് അവിടെ ഇട്ടിട്ട്, നമ്മൾ അധികം വേര് താഴോട്ട് പോകാത്ത ചെടികളാണെങ്കിൽ നമുക്കിതുപോലെ നട്ടു കൊടുത്താൽ നല്ല ഭംഗിയിൽ ആ ചെടി അവിടെ നിന്നോളും. കണ്ടില്ലേ, ഇതുപോലെ നിൽക്കും. അപ്പോൾ ഒരുപാട് ഹൈറ്റിൽ വളരാത്ത ഏത് ചെടിയും നമുക്കിതുപോലെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എപ്പീഷ്യയാണ്. അപ്പോൾ ഇത് സാധാ കോമൺ ആയിട്ട് കാണുന്ന ഒരു എപ്പീഷ്യയാണ്. അപ്പോൾ അതിനെയും നമ്മൾ അവിടെ ചിരട്ട വെച്ചാൽ ആ ഒരു ഏരിയ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ നട്ടേക്കുന്നത്. അപ്പോൾ അതുപോലെ ബാക്കി ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്കിതുപോലെ ചിരട്ട വെച്ച് റൗണ്ട് പിടിച്ച് അവിടെ പലതരത്തിലുള്ള എപ്പീഷ്യ പൂക്കൾ ഉണ്ടാകുന്ന എപ്പീഷ്യ ചെടികൾ നട്ടു കൊടുക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിരട്ട വെച്ച് ആദ്യം ഒന്ന് ബോർഡർ പിടിച്ചു കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ 2 ചിരട്ടകൾ വെച്ചെടുത്താൽ മതി. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് നല്ലതായിട്ട് ഫിക്സ് ആയിരിക്കണം. അങ്ങനെ നമ്മൾ ചിരട്ട എടുത്തിട്ട് ഈ ഭിത്തിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ചേർത്ത് ഈ 2 ചിരട്ടകൾ വെച്ച് ഇവിടെ ഒന്ന് റൗണ്ട് പിടിച്ചു കൊടുക്കാം. ഇതുപോലെ ചേരുന്ന ചിരട്ട കറക്റ്റ് ഏതാണെന്ന് നോക്കി വേണം നമ്മളിതുപോലെ വെച്ചു കൊടുക്കാൻ. അങ്ങനെ നമ്മൾ ചേർത്ത് കറക്റ്റ് റൗണ്ട് പിടിച്ച് ചിരട്ടകൾ ഇങ്ങനെ വെച്ച് ഒന്ന് കൊടുക്കാം. അപ്പോൾ അതെ, ഇവിടെ നമ്മൾ ഇതുപോലെ റൗണ്ട് പിടിച്ച് ഈ 2 ചിരട്ടകൾ വെച്ച് ഇങ്ങനെ അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റൗണ്ടിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. മണ്ണിട്ടിട്ട് എപ്പീഷ്യ നട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് മണ്ണിട്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചിരട്ട വെച്ചിരുന്ന സ്ഥലത്ത് അവിടെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എപ്പീഷ്യ നട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ എപ്പീഷ്യ വേറെ ഒരു കളറാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ റൗണ്ടായിട്ട് പല റൗണ്ട് പിടിച്ച് നമ്മളിവിടെ പല കളറിലെ എപ്പീഷ്യ നട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു കളറിലെ എപ്പീഷ്യ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഗ്രീനാണ്. ആ കളറിലുള്ളത് ഗ്രീൻ സാധാ നോർമൽ വെറൈറ്റിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു ചുവന്ന ലീഫുള്ള എപ്പീഷ്യ കൊണ്ട് നട്ട് കൊടുക്കാം. അപ്പോൾ ഈ നിൽക്കുന്ന എപ്പീഷ്യയിൽ നിന്ന് നമുക്ക് ബോർഡറൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന എപ്പീഷ്യയിൽ നിന്ന് കുറച്ച് ഒടിച്ചെടുത്ത് നമുക്ക് അവിടെ കൊണ്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കെടുത്ത് ആ സ്ഥലത്ത് കൊണ്ട് നട്ട് കൊടുക്കാം. അപ്പോൾ ബോർഡർ കഴിഞ്ഞ് അതേ കുറേ ഒടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തുകൊണ്ട് പോയി നമുക്ക് ആ ഒരു സ്ഥലത്ത്
നട്ടു കൊടുക്കാം. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ സ്ഥലത്ത് കുഴി വെച്ച് നിറയെ അങ്ങ് നട്ടു കൊടുത്താൽ മതി. ഇത് ഒരുപാട് ഇങ്ങനെ ഒരുമിച്ചങ്ങ് നടുമ്പം പെട്ടെന്ന് നല്ല ഭംഗി തിക്കായിട്ട് ഈ ഒരു പ്ലാന്റ് വളരും. അപ്പോൾ അത് ഇവിടെ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇവിടെ നട്ട് ഇനി നമുക്ക് വേറൊരു എപ്പീഷ്യ ഇപ്പുറത്തൂടെ ഒരു ബോർഡർ പിടിച്ച് നട്ടു കൊടുക്കാം. ഇതാ ഇവിടെ കൂടി അതുപോലെ ഒരു ബോർഡർ പിടിച്ചിട്ട് ഇവിടെ കൂടി നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ കയ്യിൽ ഇത്രത്തോളം കട്ടിങ്സുകൾ ഇല്ലെങ്കിൽ 1 or 2 കട്ടിങ്സ് ആയാലും മതി. അത് വെച്ച് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഏരിയ ഫുള്ളായിട്ട് അത് വളർന്ന് പിടിച്ചോളും. അടുത്തത് ഇവിടെ ആയിട്ട് ഒരു റൗണ്ട് കൂടെ പിടിച്ചിട്ടുണ്ട്. ഇനി അവിടെയും കൂടെ മണ്ണിട്ടിട്ട് നമുക്ക് വേറൊരു എപ്പീഷ്യ അവിടെ നട്ടു കൊടുക്കാം. അപ്പോൾ അതേ അവിടെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ നമുക്ക് അതിനുള്ള എപ്പീഷ്യ കളക്ട് ചെയ്തിട്ട് വരാം. നമുക്ക് ഈ ഒരു എപ്പീഷ്യ എടുക്കാം. ഇത് നേരത്തെ കാണിച്ച എപ്പീഷ്യ അല്ല, ഇത് വീനേഷ്യൻസ് ഒക്കെ കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന തരത്തിലുള്ള ഒരു എപ്പീഷ്യയാണ്. അപ്പോൾ അവിടെ നടാനായിട്ട് നമുക്ക് ഈ ഒരു എപ്പീഷ്യ കളക്ട് ചെയ്തെടുക്കാം. ഈ എപ്പീഷ്യ തന്നെ പൂവൊക്കെ എല്ലാത്തിൻ്റെയും ഒരുപോലെയൊക്കെ ആയിരിക്കും, പക്ഷേ ഈ ലീഫിൻ്റെ കളറുകളിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം വരും. ഇനി ലീഫിൻ്റെ കളറുകൾ ഒന്നാണെങ്കിൽ ചിലതിൽ പൂക്കളുടെ കളറിലും വ്യത്യാസമായിട്ടുള്ള എപ്പീഷ്യകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു വെരിഗേഷൻസ് വന്നിട്ടുള്ള ഈ ഒരു എപ്പീഷ്യ കൂടി ആ ഒരു സ്ഥലത്ത് ഫില്ല് ചെയ്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെയും കൂടെ വേറൊരു തരത്തിലുള്ള ഈ ഭാഗത്തായിട്ട് കൂടി വേറൊരു കളറിലുള്ള എപ്പീഷ്യ കൂടി നട്ടു കൊടുക്കും. അപ്പോൾ അതേ അടുത്ത ഒരു സ്ഥലം കൂടെ നമ്മളിതുപോലെ റൗണ്ട് പിടിച്ച് അവിടെയും മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേറൊരു എപ്പീഷ്യ നടാം. അപ്പോൾ ഈ ഒരു എപ്പീഷ്യ എന്ന് പറയുന്നത് ഫസ്റ്റ് ആ കാണുന്ന നാടൻ പോലെ തന്നെയാണ് ലീഫൊക്കെ ഇരിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് മഞ്ഞ കളറിലെ ഫ്ലവറാണ്, മഞ്ഞ പൂവുള്ളതാണ്. അപ്പോൾ ഇതിനെയും കൂടി നമുക്ക് ഇവിടോട്ട് നട്ടു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പല കളറിലുള്ള എപ്പീഷ്യ ഇങ്ങനെ നട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എപ്പീഷ്യ മാത്രമല്ല, നമുക്ക് ഹൈറ്റില്ലാത്ത ഏത് ചെടിയെ വേണമെങ്കിലും നമുക്കിതുപോലെ നമുക്ക് ബോർഡർ സെറ്റ് ചെയ്ത് നട്ടു കൊടുക്കാം. പിന്നെ നമുക്കിതുപോലെ ഇളക്കി ഇവിടെ വെച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് 1 or 2 തൈ ആയാലും മതി, വളരെ പെട്ടെന്ന് തന്നെ ഇത് നിറയെ തൈകളായിക്കോളും. അതുപോലത്തെ കുഞ്ഞ് റൂട്ടോട് കൂടിയ കുഞ്ഞ് കഷ്ണങ്ങളായാലും മതി. അതിനൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് ഗ്യാപ്പിട്ട് നട്ടു കൊടുത്താലും അതവിടെ ഇരുന്ന് പിടിച്ചോളും. അപ്പോൾ ഈ എപ്പീഷ്യ നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഒരുപാട് തരം പൂക്കൾ ഉണ്ട്. ഇപ്പോൾ ഇത് മഞ്ഞ ഫ്ലവർ ഉള്ളത്, അപ്പോൾ ചുമപ്പിൽ തന്നെ വെള്ള ലൈനുള്ളതുണ്ട്, വെള്ളയിൽ ലൈറ്റ് വയലറ്റ് കളർ ലൈനുള്ള ഫ്ലവറുണ്ട്. പിന്നെ എപ്പീഷ്യ ഒത്തിരി വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ നട്ടു കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ റൗണ്ടെല്ലാം പിടിച്ച് നമ്മുടെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നമുക്ക് സ്പേസ് ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ഇനി എത്ര ഇതുപോലെ റൗണ്ട് പിടിച്ച് നട്ടു കൊടുക്കണമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതിപ്പോൾ എപ്പീഷ്യ തന്നെ വേണമെന്നൊന്നുമില്ല, ഹൈറ്റില്ലാതെ വളരുന്ന ഏത് ചെടിയെയും നമുക്കിതുപോലെ ബോർഡർ തിരിച്ച് വളർത്താവുന്നത്. ഇതിപ്പോൾ ഈ ഒരു ബോർഡർ ഗ്രാസ്, അപ്പോൾ അങ്ങനെയുള്ള ഏത് ചെടിയെ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ബോർഡർ തിരിച്ച് നട്ട് വളർത്താവുന്നതാണ്. അപ്പോൾ ഇനി ആരും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ചിട്ട് വേസ്റ്റായി പോണ ഈ ഒരു ചിരട്ട കളയണ്ട കേട്ടോ. അപ്പോൾ അതിനെ കൂട്ടി വെച്ച് നമ്മുടെ ഗാർഡനൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യാം. മാത്രമല്ല ഈ ചിരട്ട ഉപയോഗിച്ച് ഒത്തിരി ഗാർഡൻ ഡെക്കറും അതേപോലെ തന്നെ ഒത്തിരി ക്രാഫ്റ്റ് ഐഡിയാസും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രം സിറ്റി നിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.